നമ്മുടെ ചെവിയുടെ വളവുകൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, ഇത് ശബ്ദത്തിന്റെ ദിശയറിയാൻ സഹായിക്കുന്നു. ഏതു വശത്തിൽ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് നമ്മുടെ തലച്ചോറിലെ സുപ്പീരിയൽ ഒലിവ് മനസ്സിലാക്കുന്ന ആദ്യത്തെ ഘട്ടമാണ് നമ്മുടെ ചെവിയുടെ ആകൃതി. തലയിലൂടെ വരുന്ന വെള്ളത്തെ ചെവിക്കുള്ളിലേക്ക് കടക്കാത്ത രൂപത്തിലുള്ള ഒരു കുട പോലെയാണ് ഇതിന്റെ നിർമ്മിതി. ഇതിലൂടെ ശബ്ദം കടന്നു പോകുമ്പോൾ ശബ്ദത്തെ ഒരു തരത്തിൽ കൂർപ്പിക്കുകയും അതിനെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ശബ്ദം നേരെ ഹിയർ ഡ്രമ്മിൽ പോയി അടിക്കുന്നു. ഹിയർ ഡ്രം 3 വ്യത്യസ്ത പാളികളെ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ചെണ്ടയുടെ തോൽ പോലെ ശബ്ദത്തെ വൈബ്രേഷൻ ആക്കി മാറ്റുന്നു. ഹിയർ ഡ്രം ശരിയായി വൈബ്രേഷൻ ചെയ്യണമെങ്കിൽ മിഡിൽ ഇയറിലെയും ഔട്ടർ ഇയറിലെയും മർദ്ദം ഒരുപോലെയാവണം. മിഡിൽ ഇയറിലെ മർദ്ദം നിയന്ത്രിക്കാൻ അവിടെ നിന്നും തൊണ്ടയിലേക്ക് യൂസ്റ്റേഷൻ ട്യൂബ് എന്നൊരു ട്യൂബ് പോകുന്നുണ്ട്. നമ്മൾ ഉയരമുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചെവി അടയുന്നതും ഉമിനീറിറക്കുമ്പോൾ അത് മാറുന്നതും ഈ ട്യൂബിലൂടെ മർദ്ദം തുല്യമാകുമ്പോഴാണ്. ഹിയർ ഡ്രമ്മിലെ വിറയൽ നേരെ എത്തുന്നത് മധ്യ ചെവിയിലെ ഓസിക്കിൾസ് എന്ന 3 ചെറിയ അസ്ഥികളിലേക്കാണ്. ഇതിലെ ഈ സ്റ്റിറപ്പ് എന്ന അസ്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി, ഒരു അരിമണിയേക്കാൾ ചെറുത്. നമ്മൾ കേൾക്കുന്ന ഓരോ ശബ്ദത്തിന്റെയും ഫ്രീക്വൻസി അനുസരിച്ച് ഈ 3 കുഞ്ഞു അസ്ഥികൾ 100 മുതൽ 1000 തവണ വരെ വൈബ്രേഷൻ ചെയ്യുന്നു. ഈ 3 കുഞ്ഞു അസ്ഥികൾ ഹിയർ ഡ്രമ്മിൽ നിന്നും വരുന്ന വൈബ്രേഷനെ 20 മടങ്ങ് ശക്തിയിൽ അടുത്ത കോക്ലിയയിലെ ദ്രാവകത്തെ ഒരു തിരമാല പോലെ ചലിപ്പിക്കുന്നു. എന്തിനാണ് 20 മടങ്ങ് ശക്തിയിൽ? നമ്മൾ കരയിലൂടെ വിളിക്കുന്നത് ദൂരെയുള്ള ഒരാൾക്ക് കേൾക്കാം, എന്നാൽ ആ വ്യക്തി വെള്ളത്തിലാണെങ്കിൽ ആ ശബ്ദം മതിയാവില്ല. കോക്ലിയയിൽ ധാരാളം ദ്രാവകമുള്ളത് കാരണമാണിത്. കോക്ലിയയിൽ ഏകദേശം 15,000-ഓളം ഹിയർ സെൽ സെൻസറുകളുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് തലച്ചോർ നിയന്ത്രിക്കുന്നത് സെമി സർക്കുലർ കനാൽസ് എന്ന ഈ 3 വളയത്തിന്റെ ഉള്ളിലുള്ള ദ്രാവകത്തിലൂടെയാണ്. ഈ ദ്രാവകം നമ്മൾ ചെരിയുമ്പോൾ കുനിയുമ്പോൾ ഉണ്ടാകുന്ന ചലനത്തെ തലച്ചോറിലെ സെറിബെല്ലത്തെ അറിയിക്കുന്നു. സെറിബെല്ലം നമ്മുടെ ശരീരത്തിലെ മസിൽസുകളിലൂടെ നമ്മളെ ബാലൻസ് ചെയ്ത് നിർത്തുന്നു. 15,000-ഓളം ഹിയർ സെൽ സെൻസറുകളും ഒരുമിച്ചല്ല ചലിക്കുന്നത്. ഓരോ ശബ്ദ വ്യത്യാസത്തിലും ഇതിലെ ചില സെൻസറുകളാണ് ചലിക്കുന്നത്. ഈ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കിയാണ് തലച്ചോർ ഇത് ആരുടെ ശബ്ദമാണ്, ഇത് എന്ത് ശബ്ദമാണെന്ന് തിരിച്ചറിയുന്നത്. ഈ ഹിയർ സെൽ സെൻസറുകൾ ദ്രാവകത്തിന്റെ ചലനത്തെ ഒരു ഇലക്ട്രിക് സിഗ്നൽസ് ആക്കി മാറ്റുന്നു. ഈ ഇലക്ട്രിക് സിഗ്നൽസ് ഓഡിറ്ററി നെർവ് വഴി തലച്ചോറിലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തുന്നു. ഇവിടെ വെച്ചാണ് തലച്ചോർ ഈ സിഗ്നലുകളെ നമുക്ക് മനസ്സിലാകുന്ന ശബ്ദമാക്കി മാറ്റുന്നത്. ഇതെല്ലാം ഒരു സെക്കൻഡിന്റെ 1,00,000-ൽ 1 സമയത്തിനുള്ളിലാണ് നടക്കുന്നത്. ഒരു സെക്കൻഡിൽ തന്നെ നമ്മുടെ കേൾവി സാധ്യമാകണമെങ്കിൽ കോടിക്കണക്കിന് മോളിക്യൂൾസ് ചലനവും ലക്ഷക്കണക്കിന് ഇലക്ട്രിക് സിഗ്നൽസും കൈമാറുന്നുണ്ട്. ഈ കേൾവി എന്ന അനുഭവം നഷ്ടപ്പെടുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ വില നമ്മൾ അറിയുക. എന്നാൽ ഇത് നഷ്ടപ്പെടാത്ത ഈ സമയത്ത് ഇത് രൂപകൽപ്പന ചെയ്തവനോട് നന്ദിയുള്ളവരായി മാറുക എന്നതാണ് വളരെ പ്രധാനം.